ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു മാങ്ങ പച്ചടിന് തയ്യാറാക്കാൻ പോണത്. അപ്പോൾ അതിലേക്ക് ഞാനൊരു മാങ്ങ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് വെള്ളം ഞാനൊരു പാനിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇട്ടിട്ട് വേവിക്കുക. ഇതിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊന്നും ഇടില്ല. കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ചും കൂടി ഒഴിക്കേണ്ടി വരും. ഇത്ര വെള്ളം മതി. അത് കഷ്ടി മുങ്ങാനുള്ള വെള്ളം. പിന്നെ കുറച്ച് വേപ്പില. പിന്നെ അതിൽ കുറച്ച് ഉപ്പിടാം, ആവശ്യത്തിനുള്ളത് കുറച്ചിട്. പിന്നെ പിന്നീട് ഇടാം. പിന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഇതിൻ്റെ മേലെ ഒഴിക്കുന്നുണ്ട്, ഒരു സ്പൂൺ. നന്നായി വേവിക്കണം അത്. പിന്നെ അതിന് ശേഷം ഞാനൊരു നാളികേരം, ഒരു അരമുറി നാളികേരം അരച്ചതാണത്. ഇതിൽ കൂടെ ഒരു സ്പൂൺ കടുകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് അരച്ചിട്ടുണ്ട്. പിന്നെ ഇത് തൈരണം. ഇത്രയും സാധനങ്ങളാണ്. അപ്പോൾ ഇത് വെന്തതിന് ശേഷം നമുക്കതെല്ലാം ചേർക്കാം. മാങ്ങ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഈ അരപ്പൊഴിക്കുക. ഇതിലൊരു മുറി നാളികേരം, പിന്നെ ഒരു സ്പൂൺ കടുക്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 5 പച്ചമുളകും കൂടിയിട്ട് അരച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് മിക്സ് ആക്കുക. അപ്പോൾ കടുകൊന്നും നന്നായി പേസ്റ്റ് പോലെ അരയണ്ട. നാളികേരം നന്നായി അരഞ്ഞതിന് ശേഷം പച്ചമുളകും കടുകും ഇട്ടാൽ മതി. ഇഞ്ചി അതിൽ മുന്നേ തന്നെ ഇടാം. ഇഞ്ചി തൈര് ഒഴിച്ചു കൊടുക്കുക. ഇതൊരു പാത്രത്തിൻ്റെ ഒരു അരപ്പാത്രമുണ്ട് തൈര്. അധികം പുളിയില്ലാത്ത തൈരാണ്. മാങ്ങയിൽ പുളി ഉണ്ടാവുമല്ലോ. അപ്പോൾ കുറച്ച് മാങ്ങയിലൊക്കെ സീസണല്ലേ, അപ്പോൾ തയ്യാറാക്കി നോക്കാനൊക്കെ നല്ലതാണ്. കുറച്ച് മൂത്ത മാങ്ങയെ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അത് ഞങ്ങൾക്ക് അത്ര മൂത്തത് കിട്ടിയില്ല. ഉപ്പ് നോക്കിയിട്ടിടുക ആവശ്യത്തിന്. പിന്നെ ഇതിലൊരു സ്പൂൺ പഞ്ചസാരയും കൂടി ഇടേണ്ടി വരും. ഒന്ന് തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിക്കാം. കടുക് ഉലുവയൊക്കെ നന്നായി തിളച്ച് മറിയില്ല, പക്ഷെ ഒന്ന് തിളയ്ക്കണം. അപ്പം ഇതൊന്നും തിളച്ചിട്ടുണ്ട്, തിള വന്നിട്ടുണ്ട്. ഇനി കൂടുതൽ ഇത് തിളപ്പിക്കണ്ട. ഞാനിതൊന്ന് സൈഡിലേക്ക് വയ്ക്കാം. അപ്പോൾ വേറൊരു പാനിനോട് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, ഇതിലേക്കൊക്കെ വെളിച്ചെണ്ണയിൽ ഇത് കടുകൊക്കെ താളിക്കണം. അപ്പോഴതിൻ്റെ ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ അതിൽ കുറച്ച് കടുകിടുക, പിന്നെ കുറച്ച് ഉലുവ, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ വറ്റൽമുളക് 2-3 എണ്ണം, കറിവേപ്പില എല്ലാം കൂടെ താളിച്ചതിൽ ഒഴിക്കുക. പെട്ടെന്ന് ഒരു 10 മിനിറ്റ് മുമ്പ് കൂടെ വേണ്ട. അതിന് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറീന്. അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കാം. മാങ്ങയുടെയൊക്കെ സീസണല്ലേ. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന മാങ്ങ കൊണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. താങ്ക് യു.